മലമ്പുഴയിലെ റിസർവോയറും അതുപോലെ തന്നെ അതിനോട് ചേർന്ന് കിടക്കുന്ന അതിമനോഹരമായ റിസോർട്ടിൻ്റെയും മനോഹരമായ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു അതിമനോഹരമായ യാത്രകളും മനോഹരമായ കാഴ്ചകളും കണ്ടുകൊണ്ടാണ് കേട്ടോ പോകുന്നത്. ഇന്ന് അത്യാവശ്യം ഒരു ചെറിയ മഴയൊക്കെ പെയ്യാനുള്ള സാധ്യതയുണ്ട്. മഴ ഇങ്ങനെ മൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ കാഴ്ചകളും കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ യാത്ര തുടരുകയാണ് കേട്ടോ. നമ്മുടെ വ്ളോഗിൽ ദുബായിലുള്ള ട്രാവലിംഗ് മാത്രമായിരിക്കും കണ്ടിരിക്കുന്നത്. നാടെത്തി ഞങ്ങൾ, നാട്ടിലെ കാഴ്ചകൾ അല്ലേ. ഇന്നിപ്പോ നമ്മള് എങ്ങോട്ടാ പോണത്? റിസോർട്ടിലേക്ക്. കാറില് ഇതൊക്കെയാണ് മലയല്ലേ, മലമ്പുഴയിലെ മല. നാട്ടിൽ വന്ന് ഡ്രൈവ് ചെയ്യുമ്പോ വേറൊരു ഫീലാണ്, പച്ചപ്പും ഹരിതാവും. വളരെ ശ്രദ്ധിക്കണമെന്ന് മാത്രം. വളരെ. ഇതാണ് ജംഗ്ഷൻ. ഏത് ജംഗ്ഷൻ ആണെന്ന് ഞങ്ങൾക്കും അറിയില്ല. എന്ത് കാടാ? മന്തക്കാട് ജംഗ്ഷൻ. ആ ജംഗ്ഷൻ വഴിയൊക്കെയാണ് കേട്ടോ പോണത്. മലമ്പുഴ വളരെ മെയിൻ ആയിട്ടുള്ള ടൗൺഷിപ്പ് അല്ലെങ്കിൽ ജംഗ്ഷൻ ആണ് മന്തക്കാട്. മിൽമ കണ്ടോ ഈ സൈഡ്? ക്യാമറാമാൻ ശരിയല്ല കേട്ടോ. മിൽമ എന്ന് പറഞ്ഞ മിൽമയുടെ വ്യൂ കാണിക്കാം. ഗവൺമെന്റ് ഈ വഴിയൊക്കെയാണ് നമ്മള് പോകുന്നത്. എന്തിന്റെ നടുക്കാണ് ആ റിസോർട്ട്? ചുറ്റും തെങ്ങും തോപ്പുകൾ. നമ്മൾ പോകുന്ന റിസോർട്ട് കഴിഞ്ഞിട്ട് അവിടെ ഒരു 5 സ്റ്റാർ റിസോർട്ടും കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റ് ഏരിയ ആണ്. അവിടെ ഗേറ്റ് ക്ലോസ്ഡ് ആണ്. അത് കംപ്ലീറ്റ്ലി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഫുള്ള് ഫോറസ്റ്റ് ഏരിയ ആണ്. മലയെടുക്ക്. ആ മലകള് കണ്ടോ, എന്ത് രസമാണ്, രസകരമായ മലകൾ. ആ ഫാന്റസി പാർക്ക്. ക്യാമറാമാൻ ഫാന്റസി പാർക്ക് എന്നൊക്കെ പറയുമ്പോ അതെല്ലാം മിസ് ചെയ്യാണ്. അവൻ ആ മലയിലേക്ക് മാത്രമാണ് ഫോക്കസ്. അതെ, നമ്മുടെ മുന്നിൽ ബസ് ഉണ്ട്. ആ മല ഒന്ന് കാണിച്ചു കൊടുക്കും കേട്ടോ. മലയുടെ അതിമനോഹരമായ വ്യൂ. ഞാനൊന്ന് വണ്ടി കട്ടി. ഇവിടുത്തെ റോഡുകൾ, കേരളത്തിലെ റോഡുകൾ ഒരു പ്രത്യേക ഭംഗി എന്ന് പറഞ്ഞാൽ റോഡിന്റെ ഇരുവശത്തുമുള്ള കാഴ്ചകളാണ്. അതെ, പശുക്കളാണ്. പശുക്കളെ ഒന്ന് ഞാൻ മാറ്റട്ടെ. പശുക്കൾ അങ്ങനെ മാറില്ല, നമ്മൾ മാറിപ്പോണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മലമ്പുഴ ആക്ച്വലി ഒരുപാട് മരങ്ങളുള്ള സ്ഥലങ്ങളാണല്ലേ. ഫോറസ്റ്റ് ഏരിയ തന്നെ. ഇരുവശത്തും കാണുന്ന ഫോറസ്റ്റ് ഏരിയയുടെ നടുവിലൂടെയാണ് നമ്മൾ പോണത്. അതെ, സിറ്റി ലൈഫും ബിൽഡിങ്സും എല്ലാം എൻറ്റയർലി ഓപ്പോസിറ്റ് ആയിട്ട് എല്ലാ ചുറ്റും കാടും മരങ്ങളും പച്ചപ്പുമായിട്ട് മലമ്പുഴയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദുബായിൽ നിന്നും കേരള കാഴ്ചയിലേക്ക് സ്വാഗതം.
സ്കൂൾ ബസ്സൊക്കെ വരുന്നുണ്ട്. ഇതെന്താ ഈ സൈഡ് ക്യാമറ കാണിക്കപ്പോ അതറിയില്ല. അപ്പൊ നേരെ നോക്കാം. നമ്മൾ പോകേണ്ടത് നേരല്ലേ ഇതല്ലല്ലോ അതിലല്ലേ പോന്നു. ഇതിലെങ്കിലൊക്കെ വിട്. ഇതാണ് പാലക്കാട് ശുദ്ധജല വിതരണ പദ്ധതി. ഓക്കെ, നീ പറഞ്ഞ ഞാൻ കേൾക്കൂല. ഇതാണ് മലമ്പുഴ. ചെറുങ്ങനൊന്നും വഴി തെറ്റിയപ്പോൾ മലമ്പുഴ ഇവിടെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടക്കുന്ന സ്ഥലം. എവിടെ? മലമ്പുഴയുടെ ഇപ്പൊ ഇവിടെയാണോ എന്ന് എനിക്കറിയില്ല. വണ്ടിയാണോ എന്ത് വേയാണ് എന്നൊന്നും ഒരു പിടുത്തമില്ല ബേസ്. എന്തൊക്കെയാണെങ്കിലും നമ്മൾ മലമ്പുഴ എത്തിയിരിക്കുന്നു. നമ്മൾ പാർക്കിന്റെ സൈഡിലാണ്. ഇതാണ് മലമ്പുഴ ഡാം, മലമ്പുഴ പാർക്ക്. അതെ, ഡാമിനോടുള്ള പാർക്ക്. കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. അത് പറ്റുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണിക്കാം. കേറുകയാണെങ്കിൽ കേറാനുള്ള ഗ്യാപ്പ് ഇല്ല. നമ്മളെന്തായാലും മലമ്പുഴ യക്ഷിയൊക്കെ കാണിച്ചാൽ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. അതാ മലമ്പുഴ ഡാം കാണിക്കും. ഡാം ഇതാണ് ഡാമിന്റെ ഷട്ടർ. ഷർട്ടൊക്കെ ഞാൻ അവിടെ കിടന്നുണ്ട്. റോട്ടിൽ നിന്ന് കാണിക്കാം. റോട്ടിൽ നിന്നുള്ള മലമ്പുഴ റോപ്പ് വേ ഒക്കെയാണ് സൈഡിൽ. അതിമനോഹരമായ കാഴ്ചയാണ്. നമ്മൾ എങ്ങോട്ടാ പോണ്ടത്? അങ്ങോട്ടാണോ? റോഡൊന്നും ഒരു ഐഡിയ ഇല്ല ഗൈസ്. കാണുന്നതാണ് റോപ്പ് എൻട്രി. ഒരു കയറ്റമാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കയറ്റമാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ, അതെന്താ കാണിക്കുന്നത്? ഇതെല്ലാം ഇതൊക്കെ ഫോറസ്റ്റ് ഏരിയ അല്ലേ? ഇതൊക്കെ ഫോറസ്റ്റ് ഏരിയ, അമ്പലങ്ങളാണ്. ഈ മലകളൊന്ന് കാണിച്ചു കൊടുത്തേ. കണ്ടോ, അടിപൊളിയായ മലകൾ. ഇതിന്റെ മുകളിലേക്ക് കയറാൻ ഇതിലെ വഴിയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ നമ്മള് ഇതെന്താ ഡാം, നമ്മളെ ഡാമിന്റെ ഒരു സൈഡാണിത്. ഡാമിന്റെ ഒരു മലമ്പുഴ ഡാമിന് 2-3 സൈഡിൽ കൂടെ എൻട്രി ഉണ്ട്. നമ്മളിപ്പോൾ ഒരു വഴിയിൽ കൂടെ, നമ്മൾ റിസോർട്ടിന്റെ വഴിയിൽ കൂടെയാണ് അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ സൈഡിലായിട്ട് കാണുന്നത് റിസർവോയർ ആണ്. ഈ മലകളൊക്കെ കാണിക്കേ, സെന്റർ പിടിക്കേ, കാണിച്ചു കൊടുക്ക്, കാണട്ടെ അങ്ങോട്ട്. അല്ല, അത് സ്റ്റേബിളായി. പച്ചപ്പും ഹരിതാപവും നിറഞ്ഞ യാത്ര. ചെറിയൊരു ഇടുങ്ങിയ വഴി. ഇതിലൂടെ അയ്യോ, ലൊക്കേഷൻ പോയല്ലോ ഗൈസ്. ലൊക്കേഷൻ പോയി ഗൈസ്. എവിടെ എത്തുമെന്ന് അറിയില്ല. ശ്രുതി ഒന്ന് ലൊക്കേഷൻ അറിയാം. സ്ട്രൈറ്റ് ആണോ? ആ, നീ ഒന്ന് ലൊക്കേഷൻ ഇട്ട് പിടിച്ചോട്ടോ. ഇവിടെ നിർത്തി ഇതെടുക്കണോ? വീഡിയോ എടുക്കണോ? ഇത് മലമ്പുഴ ഡാമാണ് ഈ കാണുന്നത്. അതിൻ്റെ വേറൊരു ഫേസാണ് കേട്ടോ കാണുന്നത്. ഭയങ്കര രസമുള്ളൊരു കാഴ്ചയാണ്. ഇതൊക്കെ മലമ്പുഴ ഡാം കേട്ടോ. ഇവിടെ നിന്ന് ഈ മലകൾ ഒക്കെ കാണാൻ നല്ല രസമുള്ളൊരു കാഴ്ച കേട്ടോ. ഇന്ന് അത്യാവശ്യം നല്ല വെയിലുണ്ട് ഇവിടെ. കണ്ടോ, ഇതിൻ്റെ ഇപ്പുറത്ത് ഫുള്ള് മലകളാണ്.
മലയും ഡാമിനും ഇടയിലൂടെയുള്ള വഴി ഒരു യാത്ര. പച്ചപ്പ്, ഡാം, അപ്പുറം മല, ഇടുങ്ങിയ റോഡിന്റെ മുകളിലൂടെ മരങ്ങൾ. അതെ, പിന്നെ നമ്മൾ ഇതൊരു ഫീല്, വേറൊരു ഫീലാണ്. റൂട്ട് നോക്ക് കേട്ടോ. റൂട്ട് തന്നെയല്ലേ. എൻ്റെ ഇത് ക്യാമറ ഓൺ ആയതുകൊണ്ട് മാപ്പ് വർക്കാവില്ല, ഇത് കണക്റ്റ് ആവില്ല. മലയൊക്കെ എടുക്കും കേട്ടോ. സെൻറ്റർ കാണിക്കുക, റോഡ് ഇടുങ്ങിയ വഴിയിലൂടെയുള്ള മനോഹരമായ യാത്ര. റോഡ്, ആ റോട്ടിലൂടെ നമ്മുടെ വണ്ടി. ഒരു ഫീൽ ഗുഡ് യാത്ര അല്ലേ? കാരണം ഞങ്ങൾക്ക് ഇതൊരു പ്രത്യേക ഫീലാണ്. കാരണം നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടുള്ള എല്ലാം കൂടുതലും അത് മാത്രമല്ല പാലക്കാട്ടുകാരായിട്ട് എപ്പോഴാണ് ഈ വഴിക്കൂടെ വരുന്നത് അല്ലേ? സത്യം അല്ലേ? നമ്മൾക്ക് ഈ വഴിയൊന്നും വന്നിട്ടേ ഇല്ലടാ. അതല്ലേ ഞാൻ പറയാം, പാലക്കാട്ട് ശരിക്കും വരുന്ന ആദ്യമായിട്ടാണ്. ഒരു മനോഹര യാത്ര. വളരെ അടിപൊളി കാഴ്ചയാണ്. ഇന്നത്തെ ക്യാമറാമാൻ വേറൊരാളാണ്. ക്യാമറാമാൻ്റെ കാര്യം റിസോർട്ട് നമ്മൾ മറ്റേ ഇതൊന്നും അല്ല കേട്ടോ, നമ്മൾ കൊളാബ് റിസോർട്ടായിട്ടല്ലല്ലോ അല്ലേ? റിസോർട്ട് എന്താണ്, നമ്മൾ ആഡൊന്നും അല്ല, നമ്മൾ പൈസ കൊടുത്തിട്ടല്ലേ പോണത്. അതെ, പൈസ കൊടുത്ത് പോകുന്ന റിസോർട്ടാണ്. ആ റിസോർട്ടിൻ്റെ റിവ്യൂ ഞങ്ങൾ ഇടും, എന്താണ് എന്നുള്ളത് വെച്ചാൽ അതുപോലെ ഞങ്ങൾ പറയാം. നമ്മുടെ സുഹൃത്തിൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ റിസോർട്ടാണ്. അതെ, വളരെ അടുത്ത ഫ്രണ്ടാണ്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ. മനോഹര കാഴ്ചകൾ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു സ്ഥലം ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. മലകൾ, പുഴകൾ, അതിൻ്റെ നടുവിലൂടെ പോകുന്ന റോഡുകൾ. ഇതിന് ഒരു ഹമ്പല്ലേ, ഒരു ഇറക്കം പോലെ ഉണ്ടാവും. അത് നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം വ്യക്തമാവുന്നുണ്ടെന്ന് അറിയില്ല. ഇതൊരു പ്രത്യേക ഫീലാണ്. അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ പുഴയിൽ. അത് മീൻ പിടിക്കാനായിട്ട് കിടക്കുന്നതാണ്. അവർ വല ഇട്ടിട്ടുണ്ടാവും. മീനെ കിട്ടിയെന്ന് തോന്നുന്നു. അല്ല, അത് ട്യൂബാണ്. ആ കാഴ്ചയൊന്നും ഈ ക്യാമറാമാൻ രൂപത്തിൽ എടുക്കണില്ല. ഈ മലയുടെ പോസ് ഒന്ന് കാണിച്ചേ. ഈ മലയുടെ ഹൈറ്റ് കണ്ടോ നിങ്ങൾ? ഇതിൻ്റെ എൻഡിലാണ് അല്ലേ നമ്മൾ പോണത്? ഇതിൻ്റെ എൻഡിലൊരു ഇതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിൻ്റെ റോഡും ആ വൈബൊന്നും വേറെ ആട്ടോ.
ഇറങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ഞങ്ങളെല്ലാം ലീവ് എടുത്ത് വന്നതാട്ടോ ദുബായിൽ നിന്ന്. കേരളം മൊത്തത്തിലൊന്ന് കാണണമെന്നുണ്ട്. അപ്പോൾ കേരളം മുഴുവൻ ഇങ്ങനെ ട്രാവൽ ചെയ്യണം. അത് മലകൾ ഉള്ള സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹം. അതെ, ഇനി പത്തനംതിട്ടയ്ക്കൊന്ന് പോകണം. എല്ലാ സ്ഥലവും കേട്ടോ. പിന്നെ ഞങ്ങൾക്കിങ്ങനെ പച്ചപ്പും മലകളും ഇങ്ങനെയുള്ള ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ആളും ബഹളവും ഇല്ലാതെ താമസിക്കാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് നമ്മുടെ ടീം മൊത്തം. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. ഇവിടെയൊക്കെ കുറച്ച് ഹോം സ്റ്റേസ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. ഒരു പള്ളി ഉണ്ട്. അത് കഴിഞ്ഞ് ഇതിൻ്റെ റിവ്യൂ നമ്മൾ വളരെ ക്ലിയർ ആയിട്ടായിരിക്കും കേട്ടോ പറയുന്നത്. കാരണം നമ്മൾ റെൻ്റ് കൊടുത്ത് പോകുന്നൊരു സ്ഥലം, പൈസ കൊടുത്ത് നമ്മൾ എടുത്ത റിസോർട്ടാണ്. 2 റൂം മാത്രമേ ഉള്ളൂ. ഒരു ചെറിയൊരു റിസോർട്ടാണ്. അത് സ്റ്റാർട്ടപ്പ് അല്ലേ അവരുടെ. ഇവിടെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കാഴ്ചകൾ കാണാൻ ഓരോരോ വ്യൂസാണ്. ഇത് മലമ്പുഴ ഡാമിൻ്റെ വേറൊരു ഫേസ് എന്നല്ലേ നീ പറഞ്ഞത്? ഡാമിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് കാറ്റ് കൊള്ളാനായിട്ട് കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കണം, പ്ലാസ്റ്റിക് വേസ്റ്റ് ഒന്നും എറിയാതിരിക്കുക, വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുക. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സെറ്റ് ചെയ്യുക. അതായത് ഇതൊന്ന് കാണിച്ചു കൊടുക്കുക. ഇതെന്താ അണക്കെട്ടാണെന്ന് തോന്നുന്നു. ഓൾമോസ്റ്റ് നമ്മൾ എത്താറായിട്ടുണ്ട്. വഴികൾ കണ്ടോ, നല്ല രസം കേട്ടോ. നമ്മൾ പോകുന്ന റിസോർട്ട് എന്നൊരു ഡൗട്ട് ഉണ്ട്, ഉറപ്പില്ല. ഇപ്പം എങ്ങനെ നമ്മൾ ഏതിലേക്ക് കയറും, എന്ത് ചെയ്യും? അതെ, നമ്മൾ റിസോർട്ടിലേക്ക് കയറുകയാണ്. ഇതാണ് റിസോർട്ടിൻ്റെ എൻട്രൻസ്. നമ്മളതിലേക്ക് കയറി കാറൊന്ന് പാർക്ക് ചെയ്യുന്നുണ്ട്. കാറ് പാർക്ക് ചെയ്ത് വിശ്വസിക്കുന്നു. അങ്ങോട്ട് കയറ്റി പാർക്ക് ചെയ്യുന്നു. ഇവിടെ വണ്ടി നിർത്തുന്നുണ്ട്. പാർക്ക് ചെയ്ത് ഇങ്ങനെയാണ് എൻട്രൻസ് വരുന്നത്. ഒത്തിരി വീഴൊന്നും കഴിയില്ല. ഇതാണ് റിസോർട്ട്. അപ്പോൾ ഇനി ഇതിനകത്തുള്ള കാഴ്ചകൾ ഞങ്ങൾ ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഈ റിസോർട്ടിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകൾ കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ചകൾ. ഇത് റബ്ബർ തോട്ടം, എന്തൊക്കെയോ തോട്ടത്തിൻ്റെ നടുക്കാട്ടോ ഇത് വരുന്നത്. ഇതിൻ്റെയൊക്കെ ബാക്ക് സൈഡാണ്. ഇനി റൂമൊക്കെ എങ്ങനെയുണ്ടെന്ന് ഞാൻ നോക്കിയിട്ട് പറയാം. ഇവിടെ ഒരു കിണറൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ കിണർ ഇതെല്ലാം ഉണ്ട്. വീട്ടിൽ വെള്ളമൊക്കെ ഉണ്ട്. മരങ്ങളാട്ടോ, തെങ്ങും മാവും ഒക്കെയാണുള്ളത്. ഇതൊക്കെയാണ് റിസോർട്ടിൻ്റെ വ്യൂസ് കേട്ടോ. ഇതാണ് നമ്മുടെ റിസോർട്ടിലേക്കുള്ള റൂം. 2 റൂമാണ് കേട്ടോ ഉള്ളത്. ഇതൊന്ന്, ഇതൊരു റൂം, ഒരു TV, ബെഡ്, ഇതെല്ലാം ഉണ്ട്. ഇതൊരു വ്യൂ ആണ്. പിന്നെ ഇത് വാഷ്റൂമാണ്. വാഷ്റൂം കാര്യങ്ങൾ. പിന്നെ ഇവിടെ ടവലും ഇതൊക്കെ വയ്ക്കാനുള്ളത്. പിന്നെ നേരെ ഓപ്പോസിറ്റാണ് അടുത്ത റൂമുള്ളത്. അതും സെയിം തന്നെയാണ്. TV, റബ്ബർ തോട്ടം,
അങ്ങനെയുള്ള കാഴ്ചകളാണ്. വാഷ്റൂം രണ്ടും സെയിം തന്നെയാണ് കേട്ടോ, 2 റൂമും സെയിം തന്നെയാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. മുകളിൽ ടയറിങ് ചെയ്ത് നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സെറ്റപ്പുകളാണ് കേട്ടോ. ഹാൻഡ് വാഷിൻ്റെ സാധനം. ഇതാണ് ഇതിൻ്റെ മുകളിലുള്ള കാഴ്ചകൾ, മുകളിൽ നിന്നുള്ള കാഴ്ചകൾ കേട്ടോ. ഒരു ചെറിയൊരു സെറ്റപ്പാണ്, പക്ഷെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. വളർന്ന് നോക്കുമ്പോൾ നോക്കാം, ഇതൊരു വാട്ടർ ടാങ്കാണെന്ന് തോന്നുന്നു. അതെ, വാട്ടർ ടാങ്കാണ്. ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഞങ്ങൾ ഈവനിങ് വാക്കാണ്. റിസോർട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി, ഇത് എൻഡാണ് കേട്ടോ, ഇവിടുത്തെ എൻഡാണ്. അപ്പോൾ അത് കാണാനായിട്ട് ഇങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സൈഡ് ഫുള്ള് കാടാണ്, കാടിൻ്റെ വ്യൂ ആണ്. ഇവിടുത്തെ എൻഡാണ് കേട്ടോ. ഈ പാലം പണി കഴിഞ്ഞാലേ അപ്പുറത്തെ റോഡുമായിട്ട് ടച്ച് ആവുള്ളൂ. അപ്പോൾ ഇതിവിടെ ക്ലോസ്ഡ് ആണ് ഈ പാലം. അപ്പോൾ ഞങ്ങൾ മലമ്പുഴയിൽ നിന്നും യാത്ര തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ റിസോർട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ റിസോർട്ടിൽ വന്ന് താമസിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഡീറ്റെയിൽസ് അയച്ചു തരാം. നിങ്ങൾക്ക് വന്ന് എൻജോയ് ചെയ്യാം ഫാമിലിയോടുകൂടി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ വീണ്ടും കാണും വരയ്ക്കും ഗുഡ് ബൈ.